ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 ഡിജിറ്റിന്റെയും 1 ഡിജിറ്റിന്റെയും കാൽക്കുലേഷൻ ആണ് വിത്തൗട്ട് ഇക്വേഷൻ. നമ്മൾ അബാക്കസിന്റെ തന്നെ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് സ്മോൾ ഫ്രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യയിലേക്ക് മറ്റൊരു സംഖ്യ ആഡ് ചെയ്യാനോ ലെസ് ചെയ്യാനോ പറ്റാതെ വരുമ്പോൾ നമ്മൾ അബാക്കസിൽ ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് സ്മോൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ സ്മോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. നമ്മളൊരു ഹാൻഡിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ടെന്ന് നോക്കാം. 5 ഫിംഗേഴ്സ് ആണുള്ളത്. 5നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സംഖ്യനെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും സാധിക്കും. അത് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ സ്മോൾ ഫ്രണ്ട് ഇക്വേഷൻ എന്ന് പറയാറുള്ളത്. സോ നമ്മൾ ഈ സ്മോൾ ഫ്രണ്ട് ഇക്വേഷൻ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുട്ടികൾക്ക് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മുടെ ഒരു ഫിംഗർ എക്സസൈസ് കണ്ടല്ലോ. സോ ഇതിലെ ഒരു 1 ആണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യിപ്പിക്കേണ്ടത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതിനായിട്ട് എല്ലാ റോഡിലും നമ്മൾ 1 സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ കുട്ടികളുടെ അടുത്ത് ചോദിക്കണം, ഇതിലേക്ക് നമുക്കൊരു 4നെ ആഡ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഇവിടെ 1 സെറ്റ് ചെയ്തു, അതിലേക്ക് നമുക്കൊരു 4 ആഡ് ചെയ്യണം, സാധിക്കുമോ? കുട്ടികൾ സ്വാഭാവികമായിട്ട് ഇല്ല എന്ന് പറയും. കാരണം അവർ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് താഴത്തെ ബീഡ്സ് 4 ആഡ് ചെയ്യാൻ മാത്രമുള്ള ബീഡ്സ് താഴെയില്ല. സോ നമ്മൾ പറയും, ഇത്തരത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ താഴത്തെ ബീഡ്സിൽ നിങ്ങൾക്ക് ഒരു സംഖ്യയിലേക്ക് മറ്റൊരു സംഖ്യ ആഡ് കഴിയാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്മോൾ ഫ്രണ്ട് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു സ്മോൾ ഫ്രണ്ടിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സംഖ്യ 5 ആണ്. ദാറ്റ് ഈസ് സ്മോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഈ 5ന് കുറച്ച് കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരാണ് ഈ 1, 2, 3, 4. ഈ 1ലേക്ക് എത്ര കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്? അതാണ് 1ന്റെ ഫ്രണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ 1 അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1ന്റെ ഫ്രണ്ട് ആണ് 4. അതായത് 4ലേക്ക് 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1ന്റെ ഫ്രണ്ട് കിട്ടും. ദാറ്റ് ഈസ് 4. അതുപോലെ തന്നെ 2യുടെ ഫ്രണ്ട് അപ്പൊ ആരായിരിക്കും? 3. 2ലേക്ക് 3 ആഡ് ചെയ്യുമ്പോഴാണ് സ്മോൾ ഫ്രണ്ട് ആയ 5 നമുക്ക് കിട്ടുന്നത്. 3യുടെ ഫ്രണ്ട് 2 അല്ലേ? അപ്പൊ 4ന്റെ ഫ്രണ്ട് ആരായിരിക്കും? 1. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കണം, സ്മോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സിനിമയാണെങ്കിൽ അതിലെ മെയിൻ നടനാണ് നമ്മുടെ 5 എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു സംഖ്യ ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ സഹായത്തിനായി ഹെൽപ്പിനായി പോകുന്നത് 5ന്റെ അടുത്തേക്കാണ്. ഇവിടെ നമുക്ക് 1ലേക്ക് 4 ആഡ് ചെയ്യണം. അവിടെ നമുക്ക് 4 ആഡ് ചെയ്യാൻ പറ്റില്ല. ഉടനെ നമ്മൾ 5നെ സഹായത്തിന് വിളിക്കുന്നു. 4ന്റെ ഫ്രണ്ട് ആയിട്ടുള്ള 1നെ നമ്മൾ ലെസ് ചെയ്യുന്നു. add 5 less 1, 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 add 5 less 1 ഇങ്ങനെ ചെയ്യിപ്പിക്കണം. അതായത് നമുക്ക് 1ലേക്ക് 4നെ ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5നെ ആഡ് ചെയ്യുന്നു. 4ന്റെ ഫ്രണ്ടായ 1നെ ലെസ് ചെയ്യുന്നു. സിമിലർലി നമുക്ക് അടുത്ത ഫിംഗർ എക്സസൈസ് നോക്കുകയാണെങ്കിൽ എല്ലാ റോഡിലും നമ്മൾ 2 ആണ് സെറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. 2, 2, 2, 2 എന്ന് പറഞ്ഞിട്ട് 2 സെറ്റ് ചെയ്യിപ്പിക്കണം. 2 സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 4 ആഡ് ചെയ്യണം. കുട്ടികളോട് വീണ്ടും നമ്മൾ ചോദിക്കും, ഈ 2ലേക്ക് 4നെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉടനെ നമ്മൾ ആരെ സഹായത്തിന് വിളിക്കും? 5നെ സഹായത്തിന് വിളിക്കുന്നു. -1 ചെയ്യുന്നു. 4ന്റെ ഫ്രണ്ടായ 1നെ ലെസ് ചെയ്യുന്നു. അത് ചെയ്യല് ഈ രീതിയിൽ ചെയ്യണം. ആഡ് 5 ചെയ്യുമ്പോഴന്നെ നമ്മൾ ലെസ് 1 ഇവിടെ ചെയ്യണം. അതായത് 5നെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിനെ ഇവിടെ ലെസ് ചെയ്യണം. add 5 less 1, 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 add 5 less 1 ഈ രീതിയിൽ നമ്മൾ ചെയ്യണം. അതായത് നമുക്ക് വീണ്ടും ഞാൻ ഒന്നുകൂടി പറയാം, നമുക്കൊരു സംഖ്യയെ ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും 5നെ ആഡ് ചെയ്യണം. ഏത് സംഖ്യയെയാണോ ആഡ് ചെയ്യുന്നത് അയാളുടെ ഫ്രണ്ടിനെ നമ്മൾ ലെസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമ്മൾ ആഡ് 1, ഇത് 1ന്റെ കോൾ ആയതുകൊണ്ട് ഇവിടെ 1ന്റെ ഇക്വേഷൻ ആണ് എഴുതുക. ആഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് 5, 1ന്റെ ഫ്രണ്ട് ആയിട്ടുള്ള -4. ഇത് 2യുടെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. ആഡ് 2 is equal to എപ്പോഴും 5നെ ആഡ് ചെയ്യണം. ലെസ് 3. ആഡ് 3 is equal to എന്താ വരിക അപ്പോ? ആഡ് 5 ലെസ് 2. ആഡ് 4ന്റെ കോളാണിത്. ഇസിക്കൽ ടു നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ആഡ് 5, 4ന്റെ ഫ്രണ്ട് ആയിട്ടുള്ള -1. ദാറ്റ് മീൻസ് ഒരു സംഖ്യയെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എപ്പോഴും നമ്മൾ 5നെ ആഡ് ചെയ്യുന്നു. ഫ്രണ്ടായ ഏത് സംഖ്യയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത്
അയാളുടെ ഫ്രണ്ടിനെ നമ്മൾ ലെസ് ചെയ്യുന്നു. സോ കുട്ടികളെ കൊണ്ട് ഈ പേജ് തുടങ്ങുമ്പോൾ, പേജ് നമ്പർ 27 തുടങ്ങുമ്പോൾ ആദ്യമായി നമ്മൾ ഈ ഫ്രണ്ട്സ് കോളം ആദ്യം ഫില്ല് ചെയ്യിപ്പിക്കണം. ദെൻ നമ്മൾ 5 ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം. ആ 5ന്റെ ഫ്രണ്ട്സിനെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമെന്നത് പറഞ്ഞു കൊടുക്കണം. ദെൻ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. സെറ്റ് 0 ചെയ്യുന്നു. ഇനി സെൻട്രൽ റോഡിലാണ് ചെയ്യേണ്ടത്, വൺസിന്റെ റോഡിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ആദ്യം 1നെ ആഡ് ചെയ്യുന്നു, ദെൻ 2 ആഡ് ചെയ്യുന്നു. 4നെ ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂലെങ്കിൽ ആഡ് 5, 4ന്റെ ഫ്രണ്ട് ആയ +1. ആൻസർ ഈസ് 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ആഡ് ചെയ്യുന്നു. 2ലേക്ക് 4 ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഉടനെ നമ്മൾ 5നെ ആഡ് ചെയ്യുന്നു, 4ന്റെ ഫ്രണ്ട് ആയ 1നെ ലെസ് ചെയ്യുന്നു, ദെൻ 3. ആൻസർ ഈസ് 9. അടുത്ത ക്വസ്റ്റ്യൻ, 2 ആഡ് ചെയ്യുന്നു, അഗെയിൻ 2 ആഡ് ചെയ്യുന്നു, ദെൻ 4 ആണ്. 4 ആഡ് ചെയ്യാൻ ഇവിടെ ബീഡ്സ് ഇല്ല. ഉടനെ നമ്മൾ 5ന്റെ സഹായത്തിന് വിളിക്കുന്നു, 4ന്റെ ഫ്രണ്ട് ആയ 1നെ ലെസ് ചെയ്യുന്നു. ആരെയാണോ ആഡ് ചെയ്യുന്നത് അയാളുടെ ഫ്രണ്ടിനെ ലെസ് ചെയ്യുന്നു. കോമൺ ആയി എപ്പോഴും നമ്മൾ 5നെ ആഡ് ചെയ്യുന്നു. ഇതാണ് സ്മോൾ ഫ്രണ്ടിന്റെ ആദ്യത്തെ ഇക്വേഷൻ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അടുത്ത ക്ലാസ് വർക്കായി ചെയ്യിപ്പിക്കേണ്ടത് ഈ പേജാണ്. ഈ കറണ്ട് അഫെയർ ആൻഡ് GK എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ദിവസമാണോ ക്ലാസ് എടുക്കുന്നത് അതിലെ അന്നത്തെ കറണ്ടായി നടക്കുന്ന സംഭവങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് അവരുടെ സ്റ്റുഡന്റ് ഡയറിയിൽ കാണണം. ദെൻ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെറ്റ് 0 ചെയ്യുന്നു, 2 ആഡ് ചെയ്യുന്നു, അതിലേക്ക് 3 ആഡ് ചെയ്യണം, ബീഡ്സ് ഇല്ല. ഉടനെ 5ന്റെ സഹായത്തിന് വിളിക്കുന്നു, 3യുടെ ഫ്രണ്ടായ 2നെ ലെസ് ചെയ്യുന്നു, ദെൻ 2 ആഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ അബാക്കസിന്റെ ഓരോ ഇക്വേഷനും ചെയ്യേണ്ടത്. ആഡ് 2 ചെയ്യാനായിട്ട് എപ്പോഴും 5നെ ആഡ് ചെയ്യണം, 2യുടെ ഫ്രണ്ടായ -3 ചെയ്യുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുന്നത് ആഡ് 1 ആണെങ്കിൽ 5നെ ആഡ് ചെയ്യുന്നു, -4, 1ന്റെ ഫ്രണ്ടായ 4നെ മൈനസ് ചെയ്യുന്നു. എപ്പോഴും മുകളിൽ ഫിംഗർ എക്സസൈസ് കാണാം. ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ ഓരോ പ്രോബ്ലം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. ക്ലിയർ? നമ്പർ 27 തൊട്ട് പേജ് നമ്പർ 33 വരെ നീണ്ടു നിൽക്കുന്നതാണ് സ്മോൾ ഫ്രണ്ടിന്റെ അഡീഷന്റെ ഇക്വേഷൻ വരുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ആദ്യമായി പേജ് നമ്പർ 27 ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഒരു സംഖ്യയിലേക്ക് മറ്റൊരു സംഖ്യയെ ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ 5നെ സഹായത്തിന് വിളിക്കുന്നു. ഏത് സംഖ്യയാണോ ആഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അയാളുടെ ഫ്രണ്ടിനെ ലെസ് ചെയ്യുന്നു. അതിന് മുന്നോടിയായി നമ്മൾ കുട്ടികൾക്ക് ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ആഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും 5നെ ആഡ് ചെയ്യണം, ഫ്രണ്ടിനെ ലെസ് ചെയ്യണം എന്നുള്ള ആശയം കൃത്യമായി കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ പേജ് നമ്പർ 27 തൊട്ട് 33 വരെ ചെയ്ത കുട്ടിയെ കൊണ്ട് നമ്മൾ പേജ് നമ്പർ 34 ചെയ്യിപ്പിക്കണം. ഇത് റിവിഷൻ ആണ്. ഇതൊരു എക്സാം മോഡൽ നടത്തുന്നതായിരിക്കും വളരെ നന്നായിരിക്കുക. ഇതിന് ശേഷം നമ്മൾ പുതിയൊരു ഇക്വേഷനിലേക്ക് വീണ്ടും പോവുകയാണ്. അതാണ് സ്മോൾ ഫ്രണ്ടിന്റെ സബ്സ്ട്രാക്ഷൻ. എന്താണ് സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു 5നെ നമ്മൾ സെറ്റ് ചെയ്യിപ്പിക്കണം. ഇതിൽ നിന്ന് ഒരു -4 ചെയ്യാൻ സാധിക്കൂ എന്ന് ചോദിക്കണം. കുട്ടികൾ വീണ്ടും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഫ്രണ്ട്സിനെ എഴുതിപ്പിക്കും. 1ന്റെ ഫ്രണ്ടാണ് നേരത്തെ പറഞ്ഞ കൂട്ട് 4, 2യുടെ ഫ്രണ്ട് 3, 3യുടെ ഫ്രണ്ട് 2, 4ന്റെ ഫ്രണ്ട് 1. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സംഖ്യയിൽ നിന്ന് മറ്റൊരു സംഖ്യ ലെസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സബ്സ്ട്രാക്ഷൻ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഈ 5ൽ നിന്ന് നമുക്ക് എന്ത് ലെസ് ചെയ്യണം, -4 ചെയ്യണം. ചെയ്യാൻ സാധിക്കില്ല. ഉടനെ ലെസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈനസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ 5നെ മൈനസ് ചെയ്യണം. പകരം ഏത് സംഖ്യയാണോ മൈനസ് ചെയ്യാൻ കഴിയാതെ വരുന്നത് അയാളുടെ ഫ്രണ്ടിനെ നമ്മൾ ആഡ് ചെയ്യണം. ഇക്വേഷൻ എങ്ങനെ വരും, +5 ആഡ് 1 ഒരുമിച്ച് ചെയ്യണം. +5 ആഡ് 1, +5 ആഡ് 1, +5 ആഡ് 1, +5 ആഡ് 1. +5 ചെയ്യുന്നു, 4ന്റെ ഫ്രണ്ടായ 1നെ നമ്മൾ ആഡ് ചെയ്യുന്നു. +5 ചെയ്യുന്നു, 4ന്റെ ഫ്രണ്ടായ 1നെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സബ്സ്ട്രാക്ഷന്റെ ഇക്വേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഏതെങ്കിലും ഒരു സംഖ്യ ലെസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ 5നെ മൈനസ് ചെയ്യുന്നു. സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയാതെ വരുന്ന സംഖ്യയുടെ ഫ്രണ്ടിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഇവിടെ 1ന്റെ കോൾ ആയതുകൊണ്ട് +1 = കോമൺ ആയി എപ്പോഴും നമ്മൾ 5നെ മൈനസ് ചെയ്യണം. ദെൻ ആഡ് 4 ഫ്രണ്ടിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. +2 = +5 ആഡ് 3. +3 = കോമൺ ആയി നമ്മൾ 5നെ മൈനസ് ചെയ്യണം. ആഡ് 2. +4 =
-5 കോമൺ ആണ്, ആഡ് 1. ഈ രീതിയിൽ ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ 5നെ മൈനസ് ചെയ്യുന്നു. ഏതാണോ മൈനസ് ചെയ്യാൻ കഴിയാതെ വരുന്ന സംഖ്യ അയാളുടെ ഫ്രണ്ടിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. സെറ്റ് 0 5നെ ആഡ് ചെയ്യുന്നു, -4 ആണ്. ഇവിടെ -4 ചെയ്യാനില്ലാത്തത് കൊണ്ട് 5നെ മൈനസ് ചെയ്യുന്നു. ഏതാണോ മൈനസ് ചെയ്യാൻ കഴിയാതെ വരുന്ന സംഖ്യ, അതായത് 4 ആണ് ഇവിടെ വരുന്നത്, അയാളുടെ ഫ്രണ്ടായ 1നെ ആഡ് ചെയ്യുന്നു. then 3. ആൻസർ ഈസ് 4. ഇത് ക്ലാസ് വർക്കായി നമ്മൾ ചെയ്യിപ്പിക്കണം. ഏത് പുതിയ ആശയം പറഞ്ഞു കൊടുക്കുമ്പോഴും അത് ക്ലാസ് വർക്കായി ചെയ്യിപ്പിക്കണം. കുട്ടികളോട് വർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട ഹോംവർക്ക് കൊടുക്കാൻ പാടൂ. അടുത്ത ക്വസ്റ്റ്യൻ 6 എടുക്കുന്നു, -4 ചെയ്യാനില്ലാത്തതുകൊണ്ട് 5നെ മൈനസ് ചെയ്യുന്നു. 4ന്റെ ഫ്രണ്ടായ 1നെ ആഡ് ചെയ്യുന്നു. then 7. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു പേജ് ചെയ്യിക്കുന്നതിന് മുമ്പ് അതിനകത്ത് ഫിംഗർ എക്സസൈസ് FE എന്ന് കാണാം, അത് ചെയ്യിപ്പിക്കണം. എല്ലാ റോഡിലും 5 സെറ്റ് ചെയ്യിപ്പിക്കണം, -4 ചെയ്യിപ്പിക്കണം. എല്ലാ റോഡിലും 6 സെറ്റ് ചെയ്യിപ്പിക്കണം, -4 ചെയ്യിപ്പിക്കണം. എല്ലാ റോഡിലും 7 സെറ്റ് ചെയ്യിപ്പിക്കണം, -4 ചെയ്യിപ്പിക്കണം. എല്ലാ റോഡിലും 8 സെറ്റ് ചെയ്യിപ്പിക്കണം, -4 ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് ഈ ആശയം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. സ്മോൾ ഫ്രണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമുക്ക് ഈ പ്രോബ്ലം കൂടി നോക്കാം. നമ്മൾ 1നെ ആഡ് ചെയ്യുന്നു, 5നെ ആഡ് ചെയ്യുന്നു, -4 ഇവിടെ ചെയ്യാനില്ല. ഉടനെ നമ്മൾ 5നെ ലെസ് ചെയ്യുന്നു, 4ന്റെ ഫ്രണ്ടായ 1നെ ആഡ് ചെയ്യുന്നു. സിമിലർലി നമ്മൾ അടുത്ത പേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പേജ് നമുക്ക് അടുത്ത നെക്സ്റ്റ് പേജായി ചെയ്യിപ്പിക്കും. ഇവിടെ -3യുടെ ഇക്വേഷൻ ആണ് നോക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 5നെ ആഡ് ചെയ്യുന്നു, -3 ചെയ്യണം. ഇവിടെ -3 ചെയ്യാനില്ലാത്തത് കൊണ്ട് 5നെ ലെസ് ചെയ്യുന്നു, 3യുടെ ഫ്രണ്ടായ 2നെ ആഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ദെൻ അഗെയിൻ നമ്മൾ നോക്കുമ്പോൾ അടുത്ത പേജിലേക്ക് വരുമ്പോൾ -1ന്റെ ഇക്വേഷൻ കാണാം. ഇവിടെ നമ്മൾ 3 ആഡ് ചെയ്യുന്നു, ദെൻ 2 ആഡ് ചെയ്യാൻ കഴിയില്ല അല്ലെ. അപ്പൊ നമ്മൾ പഴയ ഇക്വേഷൻ ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ 5നെ ആഡ് ചെയ്യണം, ഫ്രണ്ടിനെ ലെസ് ചെയ്യണം. ദെൻ -1 ആണ്. ലെസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ 5നെ ലെസ് ചെയ്യണം. ഏതാണോ ലെസ് ചെയ്യാൻ കഴിയാതെ വരുന്നത് അയാളുടെ ഫ്രണ്ടിനെ ആഡ് ചെയ്യണം. ആൻസർ ഇസ് 4. അപ്പോൾ ഈ ബുക്കിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട 2 ഇക്വേഷൻ ആണ്. ഒന്ന് സ്മോൾ ഫ്രണ്ടിന്റെ അഡീഷൻ, 2 സ്മോൾ ഫ്രണ്ടിന്റെ സബ്സ്ട്രാക്ഷൻ. ഈ എ ബുക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പുസ്തകം ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായും 4 പാർട്ടുകളാണ്. ഒന്നാമത്തെ പാർട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അത് 0 മുതൽ 9 വരെ പഠിച്ച കുട്ടികൾക്ക് നമ്മൾ പേജ് നമ്പർ 1 തൊട്ട് 19 വരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇതിനകത്ത് പ്രധാനമായും കാണുന്ന എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിട്ട് ഒന്ന് ലിസണിങ് എക്സസൈസ് ആണ്. ലിസണിങ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്റ്റേഷൻ ആണ്. നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികൾ അത് കേട്ടെഴുതുന്നു. മേ ബി അത് നമ്പർ ആവാം, എന്തും ആവാം. ഫോർ എക്സാമ്പിൾ 1 5 2 5 3 1 4 -1 6 6 2 3 3 1 2. ഇത് നമ്മൾ നിർത്താതെ ഇങ്ങനെ ഒരു താളത്തിൽ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികൾ അത് കേട്ടെഴുതുന്നു. ഇവിടെ വേർഡ് മെമ്മറി എന്ന് കാണാം. വേർഡ് മെമ്മറി എന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഇവിടെ നമ്മൾ എയിൽ തുടങ്ങുന്ന 10 വേർഡ്സ്, അതിന് മീനിങ് കുട്ടികളെ കൊണ്ട് കണ്ടെത്തി എഴുതാനായിട്ട് പറയണം. അവർക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഓരോ വേർഡ്സ് വെച്ച് ഓരോ ദിവസം കാണിച്ചു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ എ വെച്ച് എബിലിറ്റി, അതിന്റെ മീനിങ് നമ്മൾ എഴുതി കൊടുക്കണം. ഇതുപോലെ 10 വേർഡ്സ് എഴുതാനായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കണം. ദെൻ അടുത്തതായി വരുന്നത് സ്പീഡ് റൈറ്റിംഗ് ആണ്. നിങ്ങൾ ഓൾറെഡി സ്പീഡ് റൈറ്റിംഗ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതായത് ഇതേപോലത്തെ എത്ര ലൈൻസ് ആണ് നിങ്ങൾക്ക് താഴേക്ക് എഴുതാൻ പറ്റുക എന്ന് നമ്മൾ നോക്കുന്നതാണ് സ്പീഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 1 2 3 4 5 6 7 8 9 0 1 2 3 4 5 6 7 8 9 0. ഇങ്ങനെ ഒരു മിനിറ്റിനകത്ത് എത്ര ലൈൻസ് ഇതുപോലെ, എത്ര റോ ഇതുപോലെ കുട്ടികൾക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്കുന്നതാണ് സ്പീഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി. ഇനി അതിനുശേഷം നമ്മൾ വീണ്ടും വരുമ്പോൾ അടുത്തതായിട്ട് വേർഡ് മെമ്മറി കാണുന്നത് പേജ് നമ്പർ 19ലാണ്. ഈ 19 പേജ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പുസ്തകം ക്ലോസ് ചെയ്യിപ്പിക്കണം. ഈ ക്ലോസ് ചെയ്യിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ദെൻ കുട്ടികൾക്ക് 2 ഡിജിറ്റിന്റെ ഫിംഗർ എക്സസൈസ് ആണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇത് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ബുക്സ് ഓപ്പൺ ചെയ്ത് ഈ പേജസ് രണ്ടും ചെയ്യിപ്പിക്കാൻ പാടൂ. അതിനുശേഷം നമ്മൾ 2 ഡിജിറ്റിന്റെ കാൽക്കുലേഷൻ ചെയ്യിപ്പിക്കും. ഇവിടെ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു ലോജിക്കൽ ഗെയിം കാണാം. ഇവിടെ നമുക്ക് കാണാം, ക്വസ്റ്റ്യനിൽ കാണാം സർക്കിൾ എവറി നമ്പർ 7 and 8. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, കുട്ടികൾക്ക് ഒരു 30 സെക്കൻഡ് സമയം കൊടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് വരുന്ന 7 8
ഈ 7, 8 മാത്രം കുട്ടികളെ കൊണ്ട് ഈ 30 സെക്കൻഡിനകത്ത് സർക്കിൾ ചെയ്യിപ്പിക്കണം. ഇതാണ് ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ മറ്റൊരു ഗെയിം. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അഗൈൻ വേർഡ് മെമ്മറി സിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ സ്മോൾ ഫ്രണ്ടിന്റെ ഇക്വേഷൻ പറഞ്ഞു കൊടുക്കണം. ഇവിടെ നമ്മൾ 5നെ പരിചയപ്പെടുത്തി കൊടുക്കണം, ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കണം, ഫ്രണ്ട്സിന്റെ കോളം ഫില്ല് ചെയ്യിപ്പിക്കണം. ദെൻ ഇക്വേഷൻ പറഞ്ഞു കൊടുത്ത് പ്രോബ്ലം ചെയ്യാൻ കുട്ടികളെ കൊണ്ട് പ്രാപ്തരാക്കണം. നേരത്തെ നമ്മൾ കണ്ടുപോലെ തന്നെ നമ്മുടെ സർക്കിൾ എവരി നമ്പർ 5 and 3 വന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ഇക്വേഷനിലേക്ക് പോകുന്നു. ഇവിടെ കറന്റ് അഫെയർ ആൻഡ് GK എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കാണാം. ഇവിടെ നമ്മൾ കുട്ടികളെ കൊണ്ട് അന്നത്തെ ദിവസം നടക്കുന്ന, അതായത് നമ്മൾ പഠിപ്പിക്കുന്ന ദിവസം, അതായത് അതുമായി അനുബന്ധിച്ച ദിവസങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ കുറിച്ച് കുട്ടികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് കറന്റ് അഫെയർ GK. ഈ പേജിനകത്ത് ഇത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ നമ്മൾ അഗൈൻ വേർഡ് മെമ്പർ ഡിയിലേക്ക് പോകുന്നു. ദെൻ അതിനുശേഷം നമ്മൾ അഗൈൻ സബ്സ്ട്രാക്ഷനിലേക്ക് എത്തുന്നു. ഇവിടെ റിമാർക്സ് എന്ന് കാണുന്നത് കുട്ടിക്ക്, നിങ്ങൾക്ക് കാണാം റിമാർക്സ് എന്ന് കാണുന്നത് കുട്ടിക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഏതെങ്കിലും ഇക്വേഷനിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ടീച്ചർ അത് എഴുതി കൊടുക്കേണ്ടതാണ്. കുട്ടി പഠിക്കുന്നതിൽ കുട്ടിക്ക് ഈ പറയുന്ന ഇക്വേഷനിൽ ചെറിയ ഡൗട്ട് ഉണ്ട് എന്നത് എഴുതി കൊടുക്കണം. അത് ഏതെങ്കിലും ഇക്വേഷൻ ചിലപ്പോൾ ആഡ് ചെയ്യുന്നതിൽ 4ന്റെയോ 3ന്റെയോ 2ടെയോ ഇക്വേഷനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കേണ്ട ഒരു ഏരിയയാണ് റിമാർക്സ് കോളം. ദെൻ അതിനുശേഷം നമ്മൾ വീണ്ടും സർക്കിൾ എവരി നമ്പർ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരും. ഫിംഗർ വേർഡ് മെമ്മറി ഇയിലേക്ക് വരുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് ടേമിന്റെ A ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്.